അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു അയ്യുഹന്നാസ് തഖുല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമളാനിൻ്റെ ധന്യമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല നാം ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും പരിപൂർണമായ അമലുകളായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന അബദ്ധങ്ങൾ അത്രയും കാരുണ്യവാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വിശുദ്ധ റമളാനിൻ്റെ മുഴുവൻ ശ്രേഷ്ഠതക്കുമുള്ള കാരണം ആ മാസത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്നാകുന്നു. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ നോമ്പ് നിർബന്ധമാക്കുന്ന ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസം, ആ മാസത്തിലാണ് അള്ളാഹു തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ലോകത്തിന് മുഴുവനും വെളിച്ചമായ, ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനമായ, ഏത് ഇരുണ്ട ജീവിതത്തിൽ നിന്നും പ്രകാശത്തിൻ്റെ വഴിയിലേക്ക് മനുഷ്യനെ കൈപിടിച്ചു കൊണ്ടുവരാൻ മാത്രം ശക്തമായ, പ്രാപ്തമായ ഒരു ഗ്രന്ഥമായിട്ടാണ് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിനെ ഈ ഭൂമിയിൽ അവതരിപ്പിച്ചത്. ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാർ സദാചാരത്തിൻ്റെയും നന്മയുടെയും വഴിയെ ജീവിക്കുന്നത് ഈ വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം കൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓരോ ദിവസവും അനേകം ആളുകൾ ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് കടന്നു വരുന്നതും ഈ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം മനസ്സിലാക്കിയാണ് എന്നത് നമ്മളൊക്കെ അറിയാറും കേൾക്കാറുമുള്ള കാര്യമാണ്. ഖുർആനിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാ. ഈ വിശുദ്ധ ഖുർആനിനെ ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് അള്ളാഹു ഇറക്കിയിരുന്നത് എങ്കിൽ അള്ളാഹുവിനോടുള്ള ഭയം കാരണമായി, ഭക്തി കാരണമായി ആ പർവ്വതം പൊട്ടിച്ചിതറിപ്പോകുമായിരുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ ആശയം. അത്രയും ഗൗരവമുള്ള, അത്തരം മഹത്വമാർന്ന ഒരു ഗ്രന്ഥമാകുന്നു ഖുർആൻ. ഖുർആനിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, അത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന്. എന്താണ് കലാം എന്നാൽ? സംസാരം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിലെ ഓരോ വാക്കുകളും അള്ളാഹുവിൻ്റെ സംസാരമാണ്. അള്ളാഹു ലോകത്തോട് സംസാരിക്കുകയാണ്, അള്ളാഹു നമ്മളോട് സംസാരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ, ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട, ഏറ്റവും പരിഗണിക്കപ്പെടേണ്ട ഖൈറുൽ കലാമി കലാമുല്ലാഹ് എന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. സംസാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായത് അള്ളാഹുവിൻ്റേതാണ് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഒരു മനുഷ്യന് സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ആ വാക്കുകളെ മനസ്സിലാക്കുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ പ്രവാചകൻ്റെ നാവിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഈ വാക്കുകളുടെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമളാനിലെ ജീവിതം എന്ന് പറയുന്നത് ഖുർആനുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ട രൂപത്തിലായിരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ്റെ മുമ്പിലെത്തുകയും അതുവരെ അവതരിപ്പിക്കപ്പെട്ട ഖുർആനിക വചനങ്ങൾ പ്രവാചകൻ ജിബ്രീലിന് ഓതിക്കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ റമളാനിൽ 2 പ്രാവശ്യമാണ് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ ഓതി കേൾപ്പിച്ചു കൊടുത്തത്. പ്രവാചകൻ്റെ സഹാബത്ത്, താബിഉകൾ, സലഫുസ്സാലിഹുകളായ മുൻഗാമികൾ അവരുടെ റമളാൻ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിശുദ്ധ ഖുർആനുമായുള്ള അവരുടെ അഭേദ്യമായ ബന്ധമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് സംസാരിക്കുന്ന ആ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ നമ്മുടെ വീടുകളിൽ ഒരുപാടുണ്ടായിട്ടും പരിഗണിക്കേണ്ട രൂപത്തിൽ അത് പരിഗണിക്കാൻ, കേൾക്കേണ്ട രൂപത്തിൽ കേൾക്കാൻ, മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ പലരും മടി കാണിക്കുന്നു എന്നത് ഖുർആനിനോട് നമ്മൾ കാണിക്കുന്ന അവഗണനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് അള്ളാഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. അള്ളാഹുവേ, എൻ്റെ സമൂഹത്തിലെ ഈ വിഭാഗം ആളുകൾ ഖുർആനിനെ അവഗണിച്ചവരാണ് റബ്ബേ, അവർക്ക് നീ തക്കത് കൊടുക്കണമേ എന്ന പ്രവാചകൻ്റെ വാക്ക് അത് ഏറെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാക്കുവാൻ വേണ്ടി അവതരിപ്പിച്ചു തന്ന
പ്രകാശത്തിൻ്റെ സങ്കേതമായ ഈ വിശുദ്ധ ഖുർആനിനെ അതിനറിയാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും കഴിയാതെ പോവുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ റമളാനിൽ ഏറ്റവും ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടത് ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തുക എന്നതിനെയാണ്. ഖുർആൻ പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട ചില വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത് ഖുർആൻ വായിക്കുവാൻ പഠിക്കുക എന്നതാണ്. ഖുർആൻ അറബി ഭാഷയിലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 28 അക്ഷരങ്ങളാണ് അറബി ഭാഷയിലുള്ളത്. ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നതിന് കൃത്യമായ നിയമങ്ങളുണ്ട്. അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോഴും പദങ്ങൾ കൂടിച്ചേരുമ്പോഴും എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന കൃത്യമായ നിയമങ്ങൾ അറബി ഭാഷയിലുണ്ട്. അതുകൊണ്ട് ഖുർആൻ തെറ്റുകൂടാതെ വായിക്കണമെങ്കിൽ, ഖുർആൻ തെറ്റുകൂടാതെ പാരായണം ചെയ്യണമെങ്കിൽ അറബി ഭാഷയിലെ വായനയും അക്ഷരങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരക്ഷരം മാറുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അർത്ഥത്തിലും ആശയത്തിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും വളരെ വലുതാണ്. തെറ്റായി ഖുർആൻ ഓതുമ്പോൾ അത് നമുക്ക് നന്മയെക്കാളേറെ തിന്മകളാണ് ഉണ്ടാക്കുക എന്ന് ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. അതായത് ഒന്ന്, ഖുർആൻ നന്നായി ഓതാൻ, നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് പഠിക്കുന്ന കാര്യത്തിൽ നമ്മുടെ വലിപ്പ ചെറുപ്പങ്ങളോ പ്രായങ്ങളോ നമുക്ക് തടസ്സമായിക്കൂടാ, മടിയായിക്കൂടാ. ഏറ്റവും പുണ്യവാന്മാർ അത് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് എന്ന ബോധ്യത്തോടുകൂടി ഖുർആനിൻ്റെ വായന കൃത്യമായി പഠിക്കുക. രണ്ടാമത്തേത് അതിൻ്റെ അർത്ഥം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തേത് അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നാലാമത്തേത് ഖുർആൻ നന്നായി അതിൻ്റെ ആഴത്തിൽ ഉറ്റാലോചിക്കാനും അവിടെ ആഴത്തിൽ പഠിക്കുവാനും നമ്മൾ ശ്രമിക്കുക. അഞ്ചാമത്തേത് ഖുർആനിനെ വളരെ സാധിക്കുന്നത്ര മനഃപ്പാഠമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ വിശുദ്ധമായ റമളാൻ ഖുർആൻ പഠനത്തിൻ്റെ അതുമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൻ്റെ മനോഹരമായ മാസമാവട്ടെ. പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ അള്ളാഹുവേ ഖുർആനിനെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ എന്ന പ്രാർത്ഥനയോടെ അള്ളാഹു തആല ഖുർആനിൻ്റെ യഥാർത്ഥ അഹ്ലുകാരാവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.